മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥുല മിസ്സാണ്. യെസ്, അപ്പോൾ നമ്മുടെ കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള 3 ചാപ്റ്ററും അടിപൊളിയായിട്ട് റിവിഷൻ ക്ലാസ്സിലൂടെ പഠിച്ചിരിക്കുകയാണ്. ഇനി ആരെങ്കിലും ലൈവ് കാണാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ SSLC ചാനലിലുള്ള ചാപ്റ്റർ 1, 2, 3യുടെ ഫുൾ വൺ ഷോട്ട് റിവിഷൻ ക്ലാസ് നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ മക്കളെ, ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ, ഈ ചാപ്റ്ററുകളൊക്കെ പഠിക്കുമ്പോൾ ഇതിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൺഫ്യൂഷൻസ് ഇല്ലാതെ SSLC കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാനാണ് മിസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കായി തന്നിട്ടുള്ളത്. അപ്പോൾ അധിക സമയമൊന്നും വർത്താനം പറഞ്ഞ് മിസ് കളയുന്നില്ല, വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. മക്കളെ, നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഒരു ബീക്കറും ഇതേപോലെ ഒരു മെറ്റൽ റോഡും ഇല്ലാത്ത ഡയഗ്രാം നിങ്ങൾക്ക് കാണാനേ സാധിക്കില്ല. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിനുള്ളിൽ ഇതേപോലെ ഒരു മെറ്റൽ റോഡും ഇങ്ങനെ ഒരു ബീക്കറും ഒരു മെറ്റൽ റോഡും ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻ നോക്കിക്കേ, മെറ്റൽ റോഡ്സ് ആർ ഡിപ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷൻ ടേക്ക്ഡ് ഇൻ ബീക്കർ. അപ്പോൾ കുറച്ച് ബീക്കറുകളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലവണലായനികൾ എടുത്തു വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ മക്കളെ, ഏത് ബീക്കറിലാണ് ഡിസ്പ്ലേസ്മെന്റ് നടക്കുക? ഗിവ് റീസൺ. ഏതിലായിരിക്കും? നമുക്കറിയാം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശരാസ പ്രവർത്തനം എന്ന് പറയുന്നത് അത് നടക്കണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, 2 മെറ്റൽസ് ഉണ്ടെങ്കിൽ ആ മെറ്റൽസ് തമ്മിൽ റിയാക്ടിവിറ്റിയിൽ ഒരു വ്യത്യാസം വേണം അല്ലെ. ലവണലായനിയിൽ സോൾട്ട് സൊല്യൂഷനിൽ ഇരിക്കുന്ന മെറ്റലിനെ കാട്ടിലും ക്രിയാശീലം കൂടിയ ലോഹത്തെ, റിയാക്ടിവിറ്റി കൂടിയ ലോഹമായിരിക്കണം അതിലേക്ക് ഇറക്കി വെക്കുന്നത് അല്ലെ. എന്നാൽ മാത്രമേ അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശരാസ പ്രവർത്തനം നടക്കുകയുള്ളൂ. കിട്ടിയോ എൻ്റെ കുട്ടികൾക്ക്? അപ്പൊ നോക്കിക്കേ, ഇവിടെ ഏതൊക്കെ മെറ്റലാ ഉള്ളത്? സിങ്ക്, സിൽവർ, കോപ്പർ. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള മെറ്റൽസിനെ ആദ്യം തന്നെ നമ്മൾ ആ റിയാക്ടിവിറ്റിയുടെ ഓർഡറിലങ്ങ് എഴുതി വെക്കണം. ഇവിടെ 3 മെറ്റൽ ഉണ്ട്. ഈ 3 മെറ്റലുകളിൽ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത് ആർക്കാ? നമ്മുടെ സ്വന്തം സിങ്കിനാണ് അല്ലേ. അതിനുശേഷം കോപ്പറിന്, പിന്നെയാണ് സിൽവറിന്. അപ്പം നമുക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി, ക്രിയാശീലമുള്ളത് സിങ്കിനാണ്. ഇനി നോക്കിക്കേ, ആദ്യത്തെ ബീക്കർ മാത്രം എടുത്ത് സിങ്ക് റോഡിനെ കോപ്പർ സൾഫേറ്റിലേക്ക് മുക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ലവണലായനിയിൽ സോൾട്ട് സൊല്യൂഷനിലുള്ളത് കോപ്പറാണ്, ഇറക്കി വെച്ചിട്ടുള്ളത് സിങ്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഇപ്പൊ കണ്ടിട്ടേ ഉള്ളൂ സിങ്കിന് കോപ്പറിനെ കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലാണ്. ഇവിടെ റിയാക്ടിവിറ്റിയിൽ വ്യത്യാസം വന്നു. ഒരാളുടെ റിയാക്ടിവിറ്റി മറ്റേയാളുടെ കാട്ടിലും കൂടുതലാണ്. സോ ഇവിടെ നടക്കുമോ? അഫ്കോഴ്സ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. ഇനി രണ്ടാമത്തെ ബീക്കർ കോപ്പർ സൾഫേറ്റും സിൽവറുമാണ് അല്ലേ. അപ്പൊ നോക്കിക്കേ, കോപ്പറിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കുറവാണ് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ള നമ്മുടെ സിൽവറിന്. ശരിയല്ലേ? അപ്പൊ കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പറിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടിയ ആളായിരിക്കണം അല്ലെ അവിടെ ഇറക്കി വെക്കേണ്ടത്. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് നടക്കില്ല. ഇനി അടുത്ത ബീക്കർ കോപ്പറും സിങ്ക് സൾഫേറ്റും. ഇവിടെ സിങ്കിന് കോപ്പറിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലാണ് അല്ലെ. പക്ഷേ സിങ്ക് ഇരിക്കുന്നത് സൊല്യൂഷനിലും കോപ്പറാണ് ഇറക്കി വെച്ചിട്ടുള്ള മെറ്റൽ. അപ്പൊ കോപ്പർ മെറ്റലിന് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും ഒരിക്കലും സിങ്കിനെ ആദേശം ചെയ്യാൻ സാധിക്കുകയില്ല. സോ ഇവിടെയും ഡിസ്പ്ലേസ്മെന്റ് നടക്കില്ല. അപ്പൊ മക്കളെ, ഏത് ബീക്കറിലാണ് നടക്കുക? ബീക്കർ എയിലാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശരാസ പ്രവർത്തനം നടക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് റീസൺ? കാരണം നമുക്ക് പറയാം, സിങ്ക് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ അല്ലെ. സിങ്ക് കോപ്പറിനെക്കാട്ടിലും ക്രിയാശീലം കൂടിയ ആളാണ്. അതുകൊണ്ട് സിങ്ക് എന്ത് ചെയ്യും മക്കളെ? സിങ്ക് ഡിസ്പ്ലേസസ് കോപ്പർ അയോൺസ് ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അല്ലെ. സിങ്ക് കോപ്പർ അയോണുകളെ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ നിന്നും ആദേശം ചെയ്യും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കിട്ടിയോ എൻ്റെ കുട്ടികൾക്ക്? ഇനി അടുത്തത്, റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ. ഇവിടെ നടക്കുന്ന ഓക്സീകരണ പ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതണം.
അപ്പോൾ ഒരു ചെറിയ ചോദ്യം, എവിടെയാണ് ഓക്സിഡേഷൻ നടക്കുക, എവിടെയാണ് റിഡക്ഷൻ നടക്കുക? നമുക്കറിയാം ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സിഡേഷനും കുറഞ്ഞ ആൾക്ക് റിഡക്ഷനുമാണ് അല്ലെ. ഇവിടെ സിങ്കും അതേപോലെ തന്നെ കോപ്പറുമാണ്. അപ്പൊ സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ, സിങ്കിനാണ് ഓക്സീകരണം സംഭവിക്കുക. ഇനി സിങ്കിന് ഓക്സിഡേഷൻ നടന്നാൽ സിങ്ക് എപ്പോഴും 2 ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുക. സോ സിങ്ക് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താൽ നമ്മുടെ സിങ്കിന് 2 പോസിറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ അല്ലേ? 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത സിങ്ക് എന്ത് ചെയ്യുന്നു? 2 പോസിറ്റീവ് ചാർജ് ഉള്ള Sn2+ അയോൺസ് ആയിട്ട് മാറുന്നു. ഇതാണ് ഓക്സിഡേഷന്റെ സമവാക്യം. കിട്ടിയോ? അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് 100% ഷുവർ ആയിട്ടും എക്സാമിന് പ്രതീക്ഷിക്കാം. പക്ഷെ സെയിം മെത്തൽ ആവണം എന്നില്ല, ഒരേ പാറ്റേൺ ആയിരിക്കും. ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ അനലൈസ് ചെയ്യണം എന്നെ കുട്ടികൾക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഒരു ഗാൽവനിക് സെല്ലിന്റെ ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ഗാൽവനിക് സെൽ? ഒരു ഗാൽവനിക് സെല്ലുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാ മക്കളെ? ഏതാണ്? ഞാൻ ആദ്യം പഠിപ്പിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഇനി ഏത് ഇലക്ട്രോഡിലാണ് ഓക്സീകരണം നടക്കുന്നത്? ഏത് ഇലക്ട്രോഡിലാ? ഇത് ഇലക്ട്രോലൈറ്റിക് സെല്ലിലായിക്കോട്ടെ, ഗാൽവനിക് സെല്ലിലായിക്കോട്ടെ, എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, എവിടെയായിരിക്കും? ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ്. ശരിയല്ലേ? അപ്പോ ഗാൽവനിക് സെല്ലിലേക്ക് വരുമ്പോൾ ആനോഡ് നെഗറ്റീവ് ചാർജ് ഉള്ള ആളും കാഥോഡ് പോസിറ്റീവ് ചാർജ് ഉള്ള ആളുമാണ്. സോ നെഗറ്റീവ് ചാർജ് ഉള്ള ആള് നമ്മുടെ വോൾട്ടമീറ്ററിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ മഗ്നീഷ്യം റോഡ് അല്ലേ. അപ്പൊ ഇവിടുത്തെ ആനോഡ് ആയിട്ടുള്ള മഗ്നീഷ്യം റോഡിലായിരിക്കും ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം നടക്കുന്നത്. ഇനി ഇവിടുത്തെ കാഥോഡ് ഏതാ? കാഥോഡിന് പോസിറ്റീവ് ചാർജ് ആണല്ലേ. അപ്പൊ പോസിറ്റീവ് ചാർജുള്ള സൈഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള കോപ്പർ റോഡ് ആയിരിക്കും നമ്മുടെ കാഥോഡ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ മക്കളെ, കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതണം. ഓക്കെ, ആൻ ഓക്സ്, നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ആൻ ഓക്സും റെഡ് കാറ്റുമാണ് കേട്ടോ. അപ്പൊ ആനോക്സ് എന്ന് പറഞ്ഞാൽ ആനോഡിൽ ഓക്സിഡേഷൻ, റെഡ് കാറ്റ് എന്ന് പറഞ്ഞാൽ കാഥോഡിൽ റിഡക്ഷൻ. അപ്പൊ കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാ എടുക്കേണ്ടത്? അവിടെ ഇരിക്കുന്ന കോപ്പർ അയോണുകളെയാണ് എടുക്കേണ്ടത് അല്ലെ. ഈ കോപ്പർ അയോണുകൾ നമ്മുടെ മഗ്നീഷ്യം വിട്ടുകൊടുത്ത 2 ഇലക്ട്രോണുകളെ മേടിച്ചിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറുന്നു. ഇതായിരിക്കും ഇവിടെ നടക്കുന്ന നിരോക്സീകരണത്തിന്റെ സമവാക്യം എന്ന് പറയുന്നത്. സോ പലതവണ പറഞ്ഞതാണെങ്കിലും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരും. ഇനി കൺഫ്യൂഷൻ പാടില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കുറെ ആൾക്കാരുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. വിച്ച് എലമെന്റ് ഹാസ് ദ ഹൈയസ്റ്റ് അയോണൈസേഷൻ എനർജി അല്ലെ. ഇതില് അയോണീകരണ ഊർജം ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? അപ്പോ നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അയോണൈസേഷൻ എനർജി കൂടി വരും. ഇനി ഒരു ഗ്രൂപ്പില് മേലേന്ന് താഴേക്ക് വരുമ്പോൾ നമുക്കറിയാം അയോണൈസേഷൻ എനർജി കുറഞ്ഞു വരും. ഇനി നമുക്ക് ആദ്യം തന്നെ എല്ലാവരുടെയും ഗ്രൂപ്പ് അങ്ങ് കണ്ടുപിടിക്കാം. ഗ്രൂപ്പ് കണ്ടുപിടിച്ചാൽ അയോണൈസേഷൻ എനർജി കൂടുതൽ ആരാണെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ആളെ നോക്കിക്കേ മക്കളെ. ഒന്നാമത്തെ ആളെ നോക്കിക്കേ. അവസാനത്തെ ഇലക്ട്രോൺ കയറിയിട്ടുള്ളത് പി സബ് ഷെല്ലിലാണ് അല്ലെ. അപ്പൊ ഇവനൊരു പി ബ്ലോക്ക് എലമെന്റ് ആണ്. പി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ ഇവന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് പി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 12 ആഡ് ചെയ്താൽ മതി അല്ലേ. ഇപ്പൊ ഇവിടെ പി സബ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. അതിനോടൊരു 12 കൂട്ടിയാൽ നമുക്ക് 18 എന്ന് കിട്ടും. അപ്പൊ ഇവന്റെ ഗ്രൂപ്പ് 18 ആണ്. ഇനി അടുത്തത് ക്യൂ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് പി സബ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. ഇവനും പി ബ്ലോക്ക് ആണ്. സോ 5 + 12 17 ആണ് ഇവന്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി അടുത്ത ആള് 6 അല്ലെ. 6 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3Dയും 4Sഉം ഉണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ഇതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ഡി സബ് ഷെല്ലിലെയും എസ് സബ് ഷെല്ലിലെയും ഇലക്ട്രോണുകളെ തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ 2 + 2
4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ലാസ്റ്റത്തെ ആളോ മക്കളെ, അവസാനത്തെ ഇലക്ട്രോൺ കയറിയിട്ടുള്ളത് എസ് സബ് ഷെല്ലിലാണ്. എസ് സബ് ഷെല്ലിലാണെങ്കിൽ അവസാനത്തെ എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 1, 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 2. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, സോ ഗ്രൂപ്പ് 2 ആയിരിക്കും. ഇവിടെ എൻ്റെ കുട്ടികളൊന്ന് നോക്കിക്കേ, ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ. അതായത് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന നോബിൾ ഗ്യാസ് അഥവാ ഉത്കൃഷ്ടവാതകം ഇവിടെയുണ്ട്. അതാരാണ്? നമ്മുടെ സ്വന്തം പി കുട്ടനാണത് അല്ലേ. അപ്പൊ പിക്കായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എനർജി ഉള്ളത്. ഇനി ആരായിരിക്കും ഇവിടെ എസ് ബ്ലോക്കിലുള്ളത്? ഓൾറെഡി നമുക്കറിയാം എസ് എന്ന് പറയുന്ന എലമെന്റ് ആണ് അല്ലേ. കാരണം ഇവന്റെ അവസാനത്തെ ഇലക്ട്രോൺ കയറിയിട്ടുള്ളത് എസ് സബ് ഷെല്ലിലാണ്. സോ ഇവനൊരു എസ് ബ്ലോക്ക് എലമെന്റ് ആണ് എന്ന് നമുക്ക് പറയാം. പിക്കാണ് ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എനർജി ഉള്ളത്. ഇനി വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത് ആരാ? അത് ഡി ബ്ലോക്കിലെ എലമെന്റ് ആണ് അല്ലേ. ഡി ബ്ലോക്കിലെ മൂലകങ്ങളുടെ പ്രത്യേകതയാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഇവിടെ ഡി ബ്ലോക്കിലുള്ളത് ആരാ? നമ്മുടെ ആർ ആണ്. സോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു അഥവാ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നത് ഇവിടെ ആർ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ മക്കളെ ഇതേപോലെയുള്ള ഇതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓണം എക്സാമിന് വരുന്നത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻസ് വരാൻ പാടില്ല. ഇനിയും ഇതേപോലെ നമ്മുടെ സൈലത്തിന്റെ ഓരോ വീഡിയോകളും നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് എക്സ് ഇസ് 8. ഓക്കെ, ഒരാളുടെ അറ്റോമിക് നമ്പർ 8 ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. സിമ്പിൾ ആയിട്ട് എഴുതാം. 1s2, 2s2, 2p4 ആണ്. ഗ്രൂപ്പ് നമ്പർ, പീരിയഡ് നമ്പറും കണ്ടുപിടിക്കണം. പീരിയഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? പീരിയഡ് നമ്പർ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ എത്ര ഷെൽ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇവിടെ 1, 2 ഷെല്ലാണ്. സോ പീരിയഡ് 2 ആയിരിക്കും. ഇനി ഗ്രൂപ്പ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ആദ്യം ഇവൻ ഏത് ബ്ലോക്ക് ആണ് എന്ന് നോക്കണം അല്ലേ. ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ കയറിയിട്ടുള്ളത് പി സബ് ഷെല്ലിലാണ്. സോ ഇവനൊരു പി ബ്ലോക്ക് എലമെന്റ് ആണ്. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പി ബ്ലോക്കിലെ ഇലക്ട്രോണിനെ എണ്ണത്തോട് 12 കൂട്ടിയാൽ മതി. സോ ഗ്രൂപ്പ് 16 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി റൈറ്റ് ദ chemical formula of the compound formed when element X reacts with the aluminum. ഓക്കെ അല്ലേ. അപ്പൊ ഇതേപോലെയുള്ള സംയുക്തത്തിന്റെ സമവാക്യം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണ് മക്കളെ? വാലൻസി ആണ്. ഇവിടെ അലൂമിനിയത്തിന്റെ വാലൻസി 3 ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നോക്കിക്കേ, അലൂമിനിയം എടുത്തു കഴിഞ്ഞാൽ ഒരു മെറ്റൽ ആണ്, ലോഹമാണ്, എപ്പോഴും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന ആളാണ്. സോ അലൂമിനിയത്തിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അലൂമിനിയത്തിന്റെ സിമ്പൽ ആണ് നിങ്ങൾ ആദ്യം എഴുതേണ്ടത്. അലൂമിനിയത്തിന്റെ വാലൻസി മിസ് എഴുതി കൊടുത്തു. ഇനി എക്സ് എടുത്തു അല്ലേ. എക്സ് എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, രണ്ടാമത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ എക്സിന് അഷ്ടകം പൂർത്തിയാക്കാൻ, ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ 2 ഇലക്ട്രോൺ കൂടെ വേണം. അപ്പൊ എക്സ് എന്താ ചെയ്യുക? 2 ഇലക്ട്രോണിനെ മേടിക്കും. സോ എക്സിന്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ എക്സിന്റെ വാലൻസി 2 ആണ്. 2 പേരുടെയും ബാലൻസ് ഈ തലയുടെ മേലെ എഴുതി കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടേ? ഇതിനെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അലൂമിനിയത്തിന്റെ വാലൻസി എക്സിന് കൊടുക്കുന്നു, എക്സിന്റെ വാലൻസി അലൂമിനിയത്തിനും കൊടുക്കുന്നു. അപ്പം നമുക്ക് കോമ്പൗണ്ടിന്റെ ഫോർമുല Al2x3 എന്ന് കിട്ടും. എപ്പോഴും ശ്രദ്ധിക്കണേ, പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണിനെ വേണം നിങ്ങൾ ആദ്യം എഴുതാനായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. സോ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വിച്ച് ഇസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ് കോപ്പർ ഓൺ അയൺ റിംഗ്? ഒരു ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശണമെങ്കിൽ നമ്മൾക്ക് ഏത് ഇലക്ട്രോലൈറ്റ് എടുക്കണം? അപ്പൊ ഏത് മെറ്റൽ കൊണ്ടാണോ നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യേണ്ടത് ആ മെറ്റലിനെയാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. അപ്പൊ ഇവിടെ കോപ്പറിനെ പ്ലേറ്റ് ചെയ്യണമെങ്കിൽ, കോപ്പർ കൊണ്ട് പ്ലേറ്റ് ചെയ്യണമെങ്കിൽ കോപ്പറിന്റെ പ്രസൻസ് ഉള്ള ഇലക്ട്രോലൈറ്റ്, അതായത് കോപ്പർ സൾഫേറ്റിനെ നമ്മൾ എടുക്കണം. സിമ്പിൾ ആണ് അല്ലേ. സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങളെ തെറ്റിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ മിസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഐ ഹോപ്പ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത 5 ചോദ്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയി എന്ന മിസ്സിന് സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ഒരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ഒരു എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. ഇവന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 24 ആണ്. ഇവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് നിങ്ങൾ ഇവന്റെ പീരിയഡും
ഗ്രൂപ്പും ബ്ലോക്കും കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. മക്കളെ, വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഷെയർ ചെയ്തെത്തിക്കണം. ഇനി ഇതേപോലെ നമ്മുടെ സൈലത്തിൻ്റെ ചാനൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി റെഫർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് വീഡിയോകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഇനി ഇതേപോലെ അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.